ക്ഷേത്രം ഈ പുഴയുടെ നടുക്കാണല്ലോ. ഏറ്റവും പ്രധാനം എന്ന് വെച്ചാൽ ഈ തനിയെ വെള്ളം വന്ന ഭഗവാൻ മാറാടുക എന്നുള്ളതാണ്. ആചിനോതി ഹി ശാസ്ത്രാണി ആചാര്യ സ്ഥാപയത്യവി സ്വയം ആചരതേ ചെയ്യുക. അതൊരു എന്ന് വെച്ചാൽ വെള്ളം കയറി കഴിഞ്ഞാൽ തീർച്ചയായും എന്നാണ്. ഒരു കൊല്ലെങ്കിലും വേണം. അതിപ്പോൾ ഈ ശിവരാത്രിയെ കഴിഞ്ഞാൽ മൊത്തത്തിലൊരു പ്യൂരിഫിക്കേഷനാണ് ഈ വെള്ളം വന്ന് പോകല്. 3 മാസമേ ഉള്ളൂ പൂജ. അതെന്താ വെച്ചാൽ സ്ഥിരം പൂജ തുടങ്ങാനുള്ള സാഹചര്യം ഈ പുഴയുടെ നടുക്കാകുമ്പോൾ ഇല്ല. ഈ വെള്ളം വന്ന് കയറി ഏത് നിമിഷവും. പിന്നെ ബലിതർപ്പണത്തിന് വളരെ പ്രസിദ്ധമായിട്ടുള്ള സ്ഥലമാണ്. അതാ ശിവലിംഗം വെള്ളത്തിലായാലും കുറച്ചെങ്കിലും കാണാമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ വന്ന പൂജയില്ല. അതിനാണ് ഈ തിടമ്പ് വെച്ചത്. ഈ മൂലകമ്പത്തിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ തന്നെയാണ് ഈ തിടമ്പ്. എടുത്ത് സഞ്ചരിക്കേണ്ടി വരുമ്പോൾ അതിനൊരു ഇത് വേണം. അപ്പോൾ അതാണ് അതിൻ്റെ. ക്ഷേത്രം ഈ പുഴയുടെ നടുക്കാണല്ലോ. അപ്പോൾ നമ്മുടെ സങ്കല്പത്തിലുള്ളൊരു മഹാക്ഷേത്രമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പഞ്ചഭൂതങ്ങളെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ കാലനിർണ്ണയമൊക്കെ പറയാൻ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ പല കഥകൾ ഐതിഹ്യങ്ങളേ ഉള്ളൂ അതിൽ. അതായത് ഈ പെരിയാറിൻ്റെ തീരത്തുള്ള വളരെ പുരാതനമായിട്ടുള്ള ശിവക്ഷേത്രമാണ്. അത് ഈ ഏറ്റുമാനൂരെ വൈക്കം കടുത്തുരുത്തി എന്ന് പറയുന്ന ഒരു ബന്ധം പോലെ സർപ്പം കിടക്കുന്ന സങ്കല്പമെന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ തലഭാഗം ആലുവ, നടുഭാഗം കൂടെ ഒരു കടിഞ്ഞത്തൂർ എന്ന് പറഞ്ഞ വിഷ്ണു ക്ഷേത്രം. അതിൻ്റെ അപ്പുറം സാക്ഷാൽ കാലടി പട്ടേരുടെ കഥ കൊണ്ട് പ്രസിദ്ധമായിട്ടുള്ള തിരുവാരൂരുണ്ട്. അപ്പോൾ ഈ 3 ദിക്കിനും തൊഴുക എന്നുള്ള ഒരു ഇതാണ്. പിന്നെ ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പഞ്ചഭൂതങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ചൈതന്യമാണ്. പിന്നെ സാധാരണഗതിയിൽ ഏത് അമ്പലത്തിൽ പോയാൽ നമുക്ക് ഈ മൂലബിംബം കണ്ട് തൊഴാൻ വളരെ അപൂർവമായിട്ട് സാധിക്കും. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഈ 2-3 മാസം ഉത്സവകാലം കഴിഞ്ഞാൽ പിന്നെ ഒക്കെ തുറന്നാൽ കിടക്കുക. അപ്പോൾ ആ ശിവലിംഗം കണ്ട് തൊഴാനുള്ള ഒരു സൗകര്യം. പിന്നെ മറ്റുള്ള ക്ഷേത്രങ്ങളുടെ പോലെ അടിയന്തരങ്ങൾക്കും സ്വവാദി അടിയന്തരങ്ങൾക്കും വ്യത്യാസമുണ്ട്. എന്നുവെച്ചപ്പോൾ ഈ ധ്വജാതി, പടഹാതി, അങ്കുരാതി ഇങ്ങനെയുള്ള ഉത്സവക്രമങ്ങളുടെ പടഹാതിയായിട്ടാണ്, കൊട്ടിപ്പുറപ്പെടുകയായിട്ടാണ്. അതുപോലെ തന്നെ എണ്ണമയമുള്ളതൊന്നും അഭിഷേകം കഴിക്കില്ല. ഇങ്ങനെ ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. ഒരു പൂജ ഉപദേവതകൾ വരുന്നത് ആ സ്ഥലമായിട്ടോ ഒക്കെ ബന്ധപ്പെട്ട് പ്രശ്നവശാൽ കാണുമ്പോഴാണ് ഈ ഉപദേവതാ പ്രതിഷ്ഠ എന്നുള്ളൊരു വരിക. ഈ സ്വയംഭൂ എല്ലാവരും പറയണ്ട ആലുവായിൽ ശിവൻ പ്രതിഷ്ഠിക്കുമ്പോൾ ഇതിൻ്റെ കഥയൊന്നും നമുക്കറിയില്ല.